ജീവിതം മുന്നോട്ട് കൊണ്ടുള്ള പ്രതീക്ഷകളതിൽ വിറ്റ്. ഇങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം അതാ. ഇപ്പോൾ ഇത് കാണുന്നതിൽ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമുക്കറിയാം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പല കാരണം കൊണ്ട് പ്രതീക്ഷിക്കാത്ത പല അസുഖങ്ങളായി കൂടെയുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ ഒരേ ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതെ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്ന എനിക്ക് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ ലോണ് ചെയ്യുന്ന ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ചെയ്തു, എനിക്ക് പേഴ്സണൽ ലോൺ കിട്ടുമോ, എനിക്ക് ഇത്രയും കടയുണ്ട്. ഞാനെൻ്റെ ട്രെയിനിങ്ങിൻ്റെ പരസ്യം ചെയ്യുമ്പോൾ ആൾക്കാർ മെസ്സേജ് ചെയ്യും, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിനൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു പരിചയമില്ലാത്ത ആൾക്കാരിങ്ങനെ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യണമെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ. എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇങ്ങനെ ഇരിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ, ഇവരോട് നിങ്ങൾക്ക് എന്താ പറയുക? നമ്മളിങ്ങനെ ഇരുന്നാൽ നമ്മൾ ഇരിക്കുക മാത്രം ചെയ്യുള്ളൂ. നമ്മൾ തേടി ഇറങ്ങണം. ഒരു സ്റ്റിച്ചിങ് ആയാലും നമ്മൾ വീട്ടിലിരുന്ന ഏറ്റവും നല്ല മേഖലയാണെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മളെ വീട്ടിലിരുന്നിട്ട് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടയിൽ, നമ്മളെ മക്കളെ നോക്കുന്ന ഇടയിൽ, നമ്മളെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഇടയിൽ നമുക്കൊരു 10 രൂപ വരുമാനം നമ്മളറിയാതെ എഫേർട്ട് ഇല്ലാതെ നമ്മളെ തിരഞ്ഞു വരികയാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ കുറേ സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ വർക്ക് ചെയ്യണവരാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെന്തെങ്കിലും ചെയ്യണം, നല്ല ചാർജാണ് സ്റ്റിച്ചിങ്ങിന്. അപ്പോൾ അവരൊക്കെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടായിട്ട് ഒരു സൈഡായിട്ട് അവനെന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ, നമുക്കിപ്പോൾ ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് ക്ലാസ്സിൽ. അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അറിയോ, ഞങ്ങൾക്കൊരു ആശ്വാസമാണ് നിങ്ങളെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴോ എൻ്റെ ഒരു വാക്കിലോ എൻ്റെ ഒരു സമയത്ത് ആശ്വാസ വാക്കിലോ എന്തോ ഒന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവം തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ കാണാൻ വന്നിരുന്നു, തൃശ്ശൂരിൽ നിന്ന് അരീക്കോടുക്ക്. അപ്പോൾ അവരെ ഒരു കുട്ടിക്ക് സുഖമില്ലായിരുന്നു, മോന്. ഇങ്ങനെ സുഖമില്ലാത്ത മോനായതുകൊണ്ട് എപ്പോഴും തോളിലിട്ട് ഇങ്ങനെ തട്ടി അങ്ങനെ കുട്ടി മേലിൽ കിടന്നാണ്ട് തന്നെ മരിച്ചേരെയാണ് മേലിൽ നിന്ന് എടുത്തത് പറഞ്ഞു. അതിനുശേഷം ആളാകെ ഡിപ്രഷനായി. ഒരു 2-3 വർഷത്തോളമായിട്ട് ഒരവസ്ഥയിലാണ്. സ്റ്റിച്ച് ചെയ്യായിരുന്നു നേരത്തെ. ചാനലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് എന്തോ ഇതൊന്ന് മുന്നോട്ട് വരണം തോന്നി. എന്നിട്ട് പിന്നെ സ്റ്റിച്ചിങ് തുടങ്ങി. ഇന്നെ തിരഞ്ഞു വന്നു. ഞങ്ങൾക്ക് മാക്സി ബിറ്റിൻ്റെ സെയിലുണ്ട്. എന്നിട്ട് കടയിൽ വന്ന് മാക്സി ബിറ്റ് എടുത്തുകൊണ്ട് പോയി. ഇന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ സ്റ്റാഫിനൊക്കെ സങ്കടം, അത് കരയണ കണ്ടിട്ട്. അപ്പോൾ അവർ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു ദിവസത്തെ ജോലി പോയാലും കുഴപ്പമില്ല, അവളെ മനസ്സ് അങ്ങനെയെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ ഇതൊരു വലിയ ഹൈറല്ല.